Welcome to Lifeline TV. ഡിപ്രഷൻ നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് അത്യാവശ്യം ഈ മരുന്നെടുക്കുന്ന ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുക. അത് കൂടാതെ നമ്മുടെ ഫുഡിനകത്ത് വളരെ കാര്യമുണ്ട്. ഫ്രൂട്ട്സൊക്കെ വളരെ കൂടുതൽ കഴിക്കുന്നത്. സെർച്ച് ചെയ്താൽ മതി, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാം ഡിപ്രഷൻ ചില ഫുഡുകൾ വളരെ. പിന്നെ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ്, ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഉണ്ടാകണം അവർക്ക് എപ്പോഴും. എന്തെങ്കിലും ആക്ടിവിറ്റി, നടക്കുക, ശരീരത്തിന് എന്തെങ്കിലും എക്സസൈസസ് വരിക, അത് വളരെ വളരെ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ആക്ച്വലി നമ്മൾ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്കത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളതിൻ്റെ സൊല്യൂഷൻ കാണുകയാണ്. ഒരുപാട് പേര് പ്രശ്നത്തെ ഡിനൈ ചെയ്യുമായിരിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്ലാസ്സിൽ വരുന്നവർ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുടുംബ ബന്ധത്തിനകത്ത് ചിലപ്പോൾ വൈഫ് ഒത്തിരി ഡിപ്രസീവ് ആയിരിക്കും, ഭർത്താവ് അത് അറിയുന്നില്ല. അപ്പോൾ അവരുടെ ഒരു ഭാഗത്തുനിന്ന് ഭയങ്കര ഉത്സാഹം കണ്ടില്ലെങ്കിൽ ഇയാൾ ഭയങ്കര ദേഷ്യം വരുമ്പോൾ ആ പാവം സ്ത്രീക്ക് വീണ്ടും കൂടത്തേ ഉള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും വരും. ഭർത്താവ് ഒത്തിരി ആക്റ്റീവ് അല്ലാതെ വരുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് എപ്പോഴും ദേഷ്യം, ഇതൊന്നും ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടികളെ എപ്പോഴും കമ്പയർ ചെയ്ത് അവർ ഭയങ്കരമായിട്ട് ഈ 15, 16, 17, 18 വയസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത്. പരീക്ഷയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവരെ കുറ്റം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ യഥാർത്ഥ അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഭയങ്കര ക്രൂരമാണത്. ഡിപ്രഷനുള്ളവരെ നമ്മൾ കുറ്റം കൂടെ പറയുമ്പോഴത്തേക്ക് അത് ആ കുട്ടികളുമായിട്ട് കൂട്ടുകൂടി അവരുമായിട്ട് ഒന്നിച്ച് നടന്ന് വർത്തമാനം പറഞ്ഞ് പല ഇൻട്രസ്റ്റുള്ള കാര്യങ്ങൾ ചെയ്ത് പടം വരപ്പിച്ച് എക്സസൈസ് ചെയ്യിപ്പിച്ച് ഫുഡ് മെച്ചമാക്കി ചിലപ്പോൾ മെഡിസിനും കൊണ്ട് എന്തെങ്കിലും സപ്ലിമെൻറ്റും എല്ലാം കൊടുത്ത് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് എടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഡിപ്രസീവ് സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനേ പാടില്ല. അപ്പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും എൻകറേജ് ചെയ്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സക്സസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് അവർക്ക് കൊടുത്ത് അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ മോട്ടിവേഷനും അതുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. നമുക്കിപ്പം എക്സ്റ്റേണലി നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാവുന്ന ഓരോരുത്തർക്കും ഓരോ മോട്ടിവേഷനാണ്. ചില ആൾക്കാർക്ക് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും മോട്ടിവേഷൻ, ചിലർക്ക് ചില മോട്ടിവേറ്റിംഗ് സിനിമകളായിരിക്കും, യൂട്യൂബ് ആയിരിക്കും. അതല്ല ചില ഫ്രണ്ട്സ് ആയിരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നത്. ആ ഫ്രണ്ട്സിനെ കാണുന്നതൊക്കെ വീട്ടിൽ നിന്നൊക്കെ വിലക്കി കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൂടാതെ എന്തെങ്കിലും ഒരു കൊച്ചു വിജയമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ വിജയത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ച് അതിനാ ഒരു സാധ്യത കഴിവിനെ നമ്മൾ പറയുക. അപ്പോൾ എപ്പോഴും നമുക്ക് പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ. പിന്നെ സാധാരണ നമ്മൾ ലൈഫ് ലൈൻ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളൊരിതുണ്ട്. എല്ലാ ദിവസവും 20 പേജെങ്കിലും പ്രചോദിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് 20 പേജ് വായിച്ചാൽ മതി, പക്ഷേ അതിനകത്തുനിന്ന് നമ്മൾ വന്ന് നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ ആ മോട്ടീവ് അങ്ങനെ നിൽക്കും. പിറ്റേ ദിവസം താഴെ പോവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ 20 പേജ് വായിക്കുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ആ ഒരു കുറേ സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിന് പുറത്തേക്ക് വരും. പക്ഷേ ആദ്യമേ തന്നെ വായിക്കാനായിട്ട് ഭയങ്കര വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ മോട്ടിവേറ്റിംഗ് കോട്ട്സ് ഉണ്ടാകും. വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ യൂട്യൂബിൽ കിട്ടും, ചില സിനിമകൾ കിട്ടും. അതെല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മൂവീസ് ഏതൊക്കെയാണ്, നമുക്കതൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മോട്ടിവേഷൻ കൊടുക്കുക, ആക്ടിവിറ്റി കൊടുക്കുക, നല്ല കമ്പനി കൊടുക്കുക, എക്സസൈസ് ചെയ്യിക്കുക, സമീകൃത ആഹാരം കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള അബ്സല്യൂട്ടായിട്ട് ഡിപ്രഷൻ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ ഹെൽപ്പ്, അതൊരു സപ്ലിമെൻ്റൊക്കെ എടുത്ത് ചെറുതായിട്ടുള്ളൊരു മരുന്നൊക്കെ എടുത്ത് 2-3 പ്രാവശ്യം ഒന്ന് സംസാരിച്ച് ഡോസേജൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ആക്ച്വലി നമുക്കൊരു തുറന്ന സമീപനമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് തന്നെ തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ തയ്യാറാകാതെ വരുമ്പോഴാണ് പിന്നെ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയും കിടക്കുന്നതിന് മുമ്പ് മെഡിറ്റേറ്റ് ചെയ്യുകയും ആക്ച്വലി അതൊന്നും നമുക്ക് വേറെ സമയം വേണ്ടി വരുന്നില്ല, ഉറക്കത്തിൻ്റെ കൂടെ തന്നെ നടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റും ലോകത്തെ സാധ്യതകളൊക്കെ നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. എല്ലാം പ്രയോജനപ്പെടുത്തുക.